അതെ അശ്വതി, ഇപ്പോൾ വളരെ നേരത്തെ തന്നെ ഇന്നത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് സൈന്യം. പ്രത്യേകിച്ച് ഏറ്റവും ആദ്യം തന്നെ സൈന്യത്തിന്റെ കണ്ണൂർ DSC ബറ്റാലിയനിലെ 200ഓളം വരുന്ന അംഗങ്ങൾ ഇപ്പോൾ തിരച്ചിലിന് വേണ്ടി, അതായത് ഇനിയും ചൂരൽമലയുടെയും മുണ്ടക്കൈയുടെയും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടത്തെയും ഏതെങ്കിലും ഒരു ജീവന്റെ തുടിപ്പ് അതല്ലെങ്കിൽ ഏതെങ്കിലും മൃതദേഹങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്താനുള്ള ഒരുക്കത്തോടുകൂടി DSC കണ്ണൂർ ബറ്റാലിയനിലെ 200ഓളം വരുന്ന സൈനികർ ഇപ്പോൾ ഇവിടെ ചൂരൽമലയിൽ ബെയിലി പാലത്തിന് തൊട്ടടുത്തായി അവരിവിടെ സജ്ജരായിരിക്കുന്നു. ഇനി അവരോടൊപ്പം 4 ടീമുകളായിട്ടാണ് ഈ സംഘം തെരച്ചിലിനായിട്ട് നീങ്ങുന്നത്. ഇവരോടൊപ്പം NDRFും അതുപോലെ തന്നെ കേരള ഫയർഫോഴ്സും റവന്യൂ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും എല്ലാം അടങ്ങുന്ന രീതിയിലുള്ള ഒരു 4-അംഗ സംഘത്തെയാണ് അവിടെ വിവിധയിടങ്ങളിലായി വിന്യസിക്കുന്നത്. അതിലേക്കുള്ള ടീം അംഗങ്ങൾ ഇപ്പോൾ ഈ കണ്ണൂർ DSC ബറ്റാലിയന്റെ ഉദ്യോഗസ്ഥർ അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഹിറ്റാച്ചികളും ഒരുങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ കൂടുതൽ ഹിറ്റാച്ചികൾ മുകളിലേക്ക് ഇന്നലെ തന്നെ കയറിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ഹിറ്റാച്ചികൾ കൂടി അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ഇന്ന് രാവിലെ മുതൽ തന്നെ തെരച്ചിലിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ഈ 5-ാം ദിവസം ഈ തെരച്ചിൽ ഒരുപക്ഷെ 5-ാം ദിവസം അവസാനിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ പൂർണ്ണമായി എല്ലാ ഭാഗങ്ങളിലും തെരച്ചിൽ കേന്ദ്രീകരിക്കാനുള്ള ഒരു ശ്രമമാണിപ്പോൾ നേരത്തെ തന്നെ നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കണ്ണൂർ മിലിറ്ററിയുടെ DSC ബറ്റാലിയനിലെ സേനാംഗങ്ങൾക്ക് വളരെ കൃത്യമായ നിർദ്ദേശം നൽകുന്നു. ഏതൊക്കെ ഇടങ്ങളിൽ ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് റവന്യൂ സംഘവും അതുപോലെ തന്നെ പോലീസ് സംഘവും ഒക്കെ ഇവർക്ക് നേതൃത്വം വഹിക്കാൻ അല്ലെങ്കിൽ ഓരോ സംഘത്തിനും ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവരും ഇതോടൊപ്പം ചേരുകയാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ഓപ്പറേഷൻ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളെക്കാളൊക്കെ കാര്യക്ഷമമായി ഏതെങ്കിലും അവസാനത്തെ ഒരു ജീവൻ അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം ഇന്നത്തെ ഓപ്പറേഷനിലൂടെ കൂടി കണ്ടെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ മുണ്ടക്കൈയിലേക്ക് ഇവർ പുറപ്പെട്ടിട്ടില്ല. ബെയിലി പാലത്തിന്റെ ഇക്കരെ ചൂരൽമല ടൗണിൽ ഈ കടകളൊക്കെയുള്ള അതിനോട് ചേർന്നുള്ള പൂർണ്ണമായും നാമാവശേഷമായ ആ ഒരു കെട്ടിടങ്ങൾക്ക് സമീപമാണ് അവരിപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം ഈ കെട്ടിടങ്ങളെല്ലാം ഒരു പ്രേതഭൂമി പോലെ, ഒരു ശ്മശാന ഭൂമി പോലെ ഈ മേഖല മാറിയിരിക്കുന്നു. വളരെ മനോഹരമായിരുന്ന സൂപ്പർ മാർക്കറ്റുകളും കടകളും ഷോപ്പുകളും ഒക്കെ ആയിരുന്നു ചൂരൽമല ടൗണിൽ ഉണ്ടായിരുന്നത്. ഇന്ന് അതെല്ലാം ഒരു പ്രേതാലയം പോലെ കിടക്കുകയാണ്. ഷട്ടറുകളൊക്കെ തകർന്ന് ചെളിയും വെള്ളവും ഒക്കെ കടകൾക്കുള്ളിലേക്ക് ഇരച്ച് കയറി ഒന്നുമില്ലാത്ത രീതിയിൽ ഈ കടകളൊക്കെ നടത്തിയിരുന്ന അതിലെ ഉടമസ്ഥർ അതുപോലെ തന്നെ ഈ കടകളിലൊക്കെ ജോലി ചെയ്തിരുന്നവർ അവരെല്ലാവരും ഇപ്പോൾ ക്യാമ്പുകളിൽ അനാഥരെ പോലെ അതല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ഇനി ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ആ കടകളെല്ലാം ഇപ്പോൾ ഈ ഒരു വലിയ ദുരന്തത്തിന് പ്രകൃതി താണ്ഡവമാടിയപ്പോൾ അതിനു മുമ്പിൽ മനുഷ്യനൊന്നുമല്ലെന്ന് തെളിയിച്ച ആ കാഴ്ചകൾക്ക് മൂകസാക്ഷികളായി ഇപ്പോൾ ഈ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ക്യാമ്പംഗങ്ങൾക്ക് ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഉദ്യോഗസ്ഥർ ഈ സേനാംഗങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ഓരോ ഗ്രൂപ്പും ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ച വിവരമനുസരിച്ച് 4 ഗ്രൂപ്പുകളായിട്ടാണ് ഈ സംഘം മൂവ് ചെയ്യുക. ഈ 4 ഗ്രൂപ്പുകളിലും സേനാംഗങ്ങൾക്ക് പുറമെ ഫയർഫോഴ്സ് ഉണ്ടാവും, NDRF ഉണ്ടാവും, അതുപോലെ തന്നെ ഇവർക്ക് നേതൃത്വം വഹിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥരുണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിന്റെ നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞ കേരളത്തിന്റെ പട്ടാളമായ സന്നദ്ധ സംഘടനകളുടെ വിവിധ സംഘടനകളിൽപ്പെട്ട പ്രവർത്തകരുണ്ടാവും. അവരൊക്കെ നേരത്തെ തന്നെ എത്തി അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അതുപോലെ തന്നെ നാട്ടുകാരുണ്ടാവും. നാട്ടുകാരിൽ പ്രധാനപ്പെട്ട 1-2 പേർ ഇവർക്ക് വഴി കാണിച്ചു കൊടുക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഏത് രീതിയിൽ മൂവ് ചെയ്യണം, എങ്ങോട്ട് നീങ്ങണമെന്നൊക്കെ അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാനും നാട്ടുകാരുമുണ്ടാവും. അങ്ങനെ കുറച്ചുകൂടി കൃത്യതയോടുകൂടി ഇന്നലെ നമ്മൾ കണ്ടു ബെയിലി പാലം യാഥാർത്ഥ്യമായതോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മൂവ് ചെയ്യുകയായിരുന്നു. സംഘങ്ങളായി തിരിഞ്ഞാണെങ്കിൽ പോലും അതിനേക്കാൾ കുറച്ചുകൂടി കൃത്യതയോടുകൂടി എല്ലാ ഭാഗവും അരിച്ചു പെറുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഈ സംഘം നീങ്ങുക എന്നാണ് ഇപ്പോൾ നമ്മളോട് റവന്യൂ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ എല്ലാ രീതിയിലും ഏതൊക്കെ ഇടങ്ങളിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നോ
അവിടങ്ങളിലൊക്കെ കൃത്യമായ പരിശോധന നടത്തുക. അതുപോലെ തന്നെ വനമേഖലകളിലേക്കൊക്കെ കയറി അവിടെ മൃതദേഹങ്ങളൊക്കെ കിടക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്തുക. അങ്ങനെ കുറച്ചുകൂടി കാര്യക്ഷമമായ ഒരു ഓപ്പറേഷൻ ഇന്ന് നടത്താനാണ് പദ്ധതി. ഇന്നലെ നമ്മൾ കണ്ടതാണ് നിർത്തിവെച്ച ഓപ്പറേഷൻ ഒരു ജീവന്റെ തുടിപ്പ് തേടി രണ്ടാമതും അതിലേക്ക് കടക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. അത് പക്ഷേ അതിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ജീവന്റെ തുടിപ്പ് ഇല്ല എന്നാണ് ഒടുവിൽ വ്യക്തമായത്. പിന്നീട് ആ ശ്രമം ഉപേക്ഷിച്ച് അവർ സംഘങ്ങൾ മലയിറങ്ങുകയായിരുന്നു. ഇന്ന് പുലർന്നപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ഇപ്പോൾ ചാറ്റൽ മഴയ്ക്ക് ഒരല്പം കുറവുണ്ട്. അന്തരീക്ഷം മൂടിക്കെട്ടിയ അവസ്ഥയിൽ തന്നെയാണ്. കാരണം ഈ ഒരു മേഖല എപ്പോഴും ഈ മഴക്കാലത്ത് ഇങ്ങനെ തന്നെയാണ്. ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരിക്കും എപ്പോഴും. ഏതായാലും ചാറ്റൽ മഴയ്ക്ക് കുറവുള്ളത് തന്നെ രാവിലെ ഇവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകാനും ഈ ടീമിനെ സജ്ജമാക്കാനും ഒക്കെ ഉദ്യോഗസ്ഥർക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. കാരണം താഴെ നല്ല ചെളിയാണ്. പൂർണ്ണമായും ചെളി പുതഞ്ഞ രീതിയിലാണ് ഈ ചൂരൽമല അങ്ങാടിയും ഈ ചൂരൽമല ടൗണുമെല്ലാം. അതിന്റെ കൂടെ മഴ കൂടി ആയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് ഇവർക്ക് സൃഷ്ടിക്കും. ഇപ്പോൾ ബെയിലി പാലത്തിലേക്ക് സൈന്യത്തെ ലീഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ നീങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും എല്ലാവരും ചേർന്നുകൊണ്ട് എല്ലാ സേനാ വിഭാഗങ്ങളും ഒന്നിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ ഒരു ശക്തമായ തിരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനം. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് ബെയിലി പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ സൈനിക ഉദ്യോഗസ്ഥരുണ്ട്. പോലീസ് സംഘം വളരെ നേരത്തെ തന്നെ, എനിക്ക് തോന്നുന്നു 6 മണിക്ക് മുമ്പ് തന്നെ ആദ്യം എത്തിയത് പോലീസിന്റെ കൂടുതൽ വിഭാഗങ്ങളാണ്. അവരെല്ലാം ഇപ്പോൾ ബെയിലി പാലത്തിൽ സജ്ജരാണ്. പുഴയിലെ ഒഴുക്ക് ഇപ്പോൾ ഇന്നലത്തേക്ക് അപേക്ഷിച്ച് ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം മഴ അത്ര ശക്തമല്ലാതെ മഴ ഇപ്പോൾ പെയ്യുന്നത് കൊണ്ട് തന്നെ പുഴയുടെ ഒഴുക്ക് ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ താഴ്ഭാഗത്ത് മഴയില്ലെങ്കിലും ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് പറയുന്നത് താഴ്ഭാഗത്ത് മഴയില്ലെങ്കിലും പലപ്പോഴും മലമുകളിൽ കുമ്പാച്ചി മലയുടെ മുകളിൽ എപ്പോഴും മഴ പെയ്യുന്നൊരു സ്ഥിതിയാണ് ഉണ്ടാവാറ്. അങ്ങനെ അവിടെ മഴ പെയ്താൽ ഈ പുഴയിൽ വെള്ളം കവിഞ്ഞൊഴുകുന്ന ഒരു കാഴ്ച ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ രാത്രിയൊന്നും ഈ കുമ്പാച്ചിമലയുടെ മുകളിൽ അത്ര വലിയ ഒരു മഴ ഉണ്ടായിട്ടില്ല എന്നാണ്. കാരണം പുഴയിൽ ഒഴുക്ക് അതാണ് സൂക്ഷിക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇന്നലേക്ക് നമ്മൾ കണ്ടതാണ് JCBയും അതുപോലെ തന്നെ ഹിറ്റാച്ചിയും ഉപയോഗിച്ച് പുഴയെ വെള്ളത്തെ 2 ഭാഗങ്ങളാക്കി JCB കൊണ്ട് തിരിച്ചു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റ് 2 സ്ഥലങ്ങളിലേക്കും ആദ്യ ദിവസമൊക്കെ ഈ ഭാഗമൊക്കെ പൂർണ്ണമായും വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഈ സ്കൂൾ കെട്ടിടത്തിലേക്കൊക്കെ പൂർണ്ണമായും വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ആ കെട്ടിടമൊക്കെ പൂർണ്ണമായും നാമാവശേഷമായ ഒരു സ്ഥിതിയാണെങ്കിൽ ഇന്നിപ്പോൾ ആ ഭാഗത്ത് നിന്നൊക്കെ വെള്ളം ഹിറ്റാച്ചി ഉപയോഗിച്ച് 2 സൈഡിലേക്ക് തിരിച്ചു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടമെല്ലാം ഇപ്പോൾ വെള്ളം കുറവുള്ള ഒരു സ്ഥിതിയിലാണ്. പണ്ട് പുഴ ഒഴുകുന്ന രീതിയിൽ ഈ ഒരു രീതിയിലായിരുന്നു ആദ്യം പുഴ ഇവിടെ ഒഴുകിയിരുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത് പക്ഷേ ഇങ്ങനെ നടുവിലൂടെ ആയിരുന്നില്ല. നമ്മളിപ്പോൾ പുഴ കാണുന്ന ഭാഗത്ത് നേരത്തെ സ്കൂളിന്റെ ഗ്രൗണ്ടായിരുന്നു. കുട്ടികൾ കളിച്ചിരുന്ന സ്കൂൾ ഗ്രൗണ്ടാണ്. കുറച്ചുകൂടി അപ്പുറത്ത് ആ തേയിലത്തോട്ടം കാണുന്ന അതിനോട് ചേർന്നാണ് പുഴ ഈ ഒരു വീതിയിൽ തന്നെ ചെറിയ ഒരു 10 അടി വീതിയിൽ ഒരു ചെറിയ പുഴയായിട്ടാണ് ഒഴുകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പുഴ 2ആയി പകുത്തുകൊണ്ടാണ് ഇപ്പോൾ പുഴ ഒഴുകുന്നത്. നേരത്തെ വെള്ളം ഇരമ്പി കയറിയ ആ പ്രദേശമെല്ലാം ഇപ്പോൾ ഒരു പുഴയുടെ ഒരു സ്ഥിതിയിൽ തന്നെ ആയി മാറിയിട്ടുണ്ട്. ആ ഗ്രൗണ്ട് കാണാനില്ല. തൊട്ടപ്പുറത്തുള്ള ശിവക്ഷേത്രത്തിന്റെ ആ പ്രദേശമാണ് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മരം. ശിവക്ഷേത്രത്തോട് ചേർന്ന് ഇപ്പോൾ ആകെ ബാക്കിയായത് ആ ഒരു മരം മാത്രമാണ്. ആ ശിവക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു മരം മാത്രം. അവിടെ ഇപ്പോൾ മറ്റൊന്നും കാണാനില്ല. നേരത്തെ നമ്മുടെ ഈ പാലമുണ്ടായിരുന്ന സ്ഥലത്ത്, തകർന്ന പാലമുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ബെയിലി പാലം നമുക്ക് കാണാം. സൈന്യത്തിന്റെ അക്ഷീണ പ്രയത്നം കൊണ്ട് 140 പേർ ചേർന്ന് ഒരു രാത്രിയും 2 പകലും എടുത്തുകൊണ്ട് 31 മണിക്കൂർ സമയമെടുത്തുകൊണ്ട് ഈ രാജ്യത്തിന് സമർപ്പിച്ച ആ ബെയിലി പാലം യാഥാർത്ഥ്യമായതോടുകൂടിയാണ് കുറച്ചുകൂടി ഈ റെസ്ക്യൂ ഓപ്പറേഷൻ കാര്യക്ഷമമായത്. ഏതായാലും ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് സൈന്യത്തിലെ അംഗങ്ങളെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് സന്നദ്ധ പ്രവർത്തകരെയാണ്. അവരും പൂർണ്ണ സജ്ജരായി എന്തിനും തയ്യാറായി അവരും രംഗത്തിറങ്ങിയിരിക്കുന്നു. ഒരു കമാൻഡ് കിട്ടുന്നതോടുകൂടി പോലീസിന്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും കമാൻഡ് കിട്ടുന്നതോടുകൂടി സൈന്യം എങ്ങനെയാണോ നീങ്ങുന്നത് അതുപോലെ തന്നെ നീങ്ങാൻ സജ്ജരായിക്കൊണ്ട് ഇപ്പോൾ അവരും തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും
പാലത്തിനപ്പുറത്തേക്ക് സംഘം നീങ്ങിയിട്ടില്ല. ഇപ്പോഴും പാലത്തിനിപ്പുറത്ത് ഷബീർ, മറ്റൊരു കാര്യം നമുക്കറിയാം,